തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പൂർവ്വ പിതാവായ യാക്കോബിന് 12 മക്കൾ. അതിൽ ജോസഫിനോട് ബാക്കിയുള്ള സഹോദരങ്ങൾക്കൊക്കെ ഒരസൂയ. കാരണം മറ്റൊന്നുമല്ല, പിതാവിന് ജോസഫിനോടാണ് കൂടുതൽ സ്നേഹമെന്ന് അവർ കരുതി. ഒരു ദിവസം ആടിനെ മേയ്ക്കാൻ പോയ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ അന്വേഷിക്കാനായിട്ട് പിതാവ് ജോസഫിനെ പറഞ്ഞു വിട്ടു. ദൂരത്തുനിന്ന് വരുന്ന ജോസഫിനെ കണ്ടപ്പോൾ സഹോദരങ്ങൾ ഗൂഢാലോചന നടത്തി. ഇവനെ തീർത്തേക്കാം. അവരങ്ങനെ ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. പിന്നീട് അവർ ചിന്തിച്ചു, കുറച്ചുകൂടി പൈസ കിട്ടും, അതുവഴി വരുന്ന ഇസ്മായില്യർക്ക് ജോസഫിനെ വിറ്റ് കഴിഞ്ഞു. 20 വെള്ളിക്കാശിന് ജോസഫിനെ അവർ വിറ്റു. എന്നിട്ട് അവർ പിതാവിനോട് പറഞ്ഞു, കാട്ടുമൃഗം വന്നവനെ കടിച്ചു കീറി കൊന്നു. അതങ്ങനെ തീർന്നു. എല്ലാവരും ജോസഫിനെ മറന്നു. എന്നാൽ മനുഷ്യർ മറന്നാലും ദൈവം മറക്കില്ല. വർഷങ്ങൾക്ക് ശേഷം ദൈവം അവനെ ഉയർത്തി ഈജിപ്തിൻ്റെ ഭരണാധിപനാക്കി. നാട്ടിലെ ക്ഷാമത്തിൻ്റെ കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി ഭരണാധിപനായ ജോസഫിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന സഹോദരങ്ങൾ, അവരോട് പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് ജോസഫ് പറയുന്നുണ്ട്, സത്യത്തിൽ നിങ്ങളെന്നെ വിറ്റതൊന്നുമല്ല, ദൈവം എന്നെ നേരത്തെ അയച്ചതാണ് ക്ഷാമത്തിൽ എല്ലാവരെയും സഹായിക്കാൻ. പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്ന ജോസഫ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരനുഭവങ്ങളും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയാണെന്ന് പറയാൻ കഴിയുന്നത് എത്ര വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ജോസഫ് പറയുന്നത്, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. നമുക്ക് വലിയൊരു മാതൃക നൽകുന്ന ജോസഫിനെ നമുക്ക് അനുകരിക്കാം. മനുഷ്യരെന്തുമാത്രം തിന്മ നമ്മളോട് ചെയ്താലും ദൈവിക പദ്ധതി അത് നന്മയാക്കി മാറ്റും. അതുകൊണ്ട് മനുഷ്യർക്കെല്ലാം നന്മ ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.